മറ്റു സിനിമ പറയണ അതെൻ്റെ സാധനം എന്ന് ചോദിക്കുന്ന ഒരു സമയത്താണ് ഇത് പഠിച്ചു വന്നത്. കടങ്ങളും കാര്യങ്ങളും ഇത് ഫുള്ള് ഞാൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് വിത്തിൻ 1 ഇയർ എൻ്റെ തലയിലായി. യെസ്, എൻ്റെ ഈ തലയിൽ. പിറ്റേ ദിവസം മുതൽ ഞാൻ ഒരു ഹോട്ടലിലെ ബില്ലിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. പോരുന്ന സമയത്ത് ബാക്കിൽ നിന്നിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്യാണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഇപ്പോൾ മേശ തുടക്കലാണ് ഇത്രയും പണി. തൊട്ടപ്പുറത്തിരുന്ന സ്കൂട്ടിയുടെ ഫുഡ് റെസ്റ്റിൽ എൻ്റെ കാലിടിച്ചിട്ട് എൻ്റെ കാലിലെ വിരലിലെ 3 വിരൽ ഒടിഞ്ഞു. എൻ്റെ വീട്ടിൽ പോലും അപ്പം അറിയില്ല ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണെന്ന്. സോൻചേട്ടൻ എല്ലാ ദിവസവും വൈകുന്നേരം വരും, എന്നെയും കൂട്ടി ചായ കുടിക്കാൻ പോകും, എന്നെ മോട്ടിവേറ്റ് ചെയ്യും. എന്നെയും എൻ്റെ ഡ്രീംസിനെയും എൻ്റെ കരിയറിനെയും ഞാൻ എന്ന വ്യക്തിയെയും ഒക്കെ ഞാൻ കൊടുക്കുന്ന അതേ പ്രയോറിറ്റിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ DS ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള പല മേജർ കാര്യങ്ങളും, ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോയ കാര്യങ്ങളും, എൻ്റെ ലൈഫിൽ ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോലും ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൊടുമ്പിൽ നിന്ന് അബുദാബിയിലേക്കുള്ള എൻ്റെ ഒരു ട്രാവൽ, അതിലെല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ഈവൻസ് ഉണ്ട്, എൻ്റെ കരിയറിലെ കാര്യങ്ങളുണ്ട്, ഞാൻ എന്താണ് പഠിച്ചത്, എന്ത് കൂടെയാണ് കടന്നു വന്നത്, ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പഠിച്ചത് BTech ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. അത്രയും വർഷം മുമ്പ് ഈ കോഴ്സ് അധികം ആർക്കും അറിയില്ല. അപ്പോൾ എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു സിനിമ പറയണ അതെൻ്റെ സാധനം എന്ന് ചോദിക്കുന്ന ഒരു സമയത്താണ് ഇത് പഠിച്ചു വന്നത്. എൻ്റെ പേര് പോലെ തന്നെ ഒരു 10 വട്ടം ചോദിക്കും, എന്താണ്, ഏതാണ്, ജോലി സാധ്യത ഉണ്ടോ, ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ പഠിപ്പ് കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു. അതായത് ഒരു 7 മാസം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം, എന്താണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുന്ന ടൈമിൽ നിങ്ങൾ ചിലപ്പോൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിലും എങ്ങനെയൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ അഡ്മിറ്റ് ആയ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഒരു ഹോസ്പിറ്റലിൽ. ഏറ്റവും ചെറിയ സ്റ്റെത്ത് മുതൽ ഇപ്പം നമ്മൾ കാത്ത് ലാബ് ഉണ്ട്, MRI ഉണ്ട്, ഹയർ ആൻഡ് എക്യുപ്മെൻറ്റ്സ് അടക്കം ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഒരു ഹോസ്പിറ്റലിൽ. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ സെക്ഷനാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഇതൊരു BTechൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, പർച്ചേസ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസ്, ആനുവൽ മെയിൻ്റനൻസ്, അതിൻ്റെ ഇയർലി നമ്മൾ 6 മന്ത് അല്ലെങ്കിൽ ഇയർലി മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ എക്യുപ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള A to Z എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. സോ ആ സമയത്ത് അധികാരം ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഞാനും എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ജിനു, അവനും, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ രണ്ടുപേരും ലൈഫിലും കരിയറിലും അത് സക്സസ് തന്നെയാണ് കേട്ടോ. ആ സമയത്ത് നമ്മളുടെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. ഇനി ജോലി കിട്ടുക എന്നുള്ള ഒരു സംഭവം. നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു, ഒരുപാട് സ്ഥലത്ത് CV കൊടുക്കുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞു കേട്ടോ നമ്മളുടെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊതുവേ കുറേ ഇഷ്യൂസ് ഉള്ള വീടുകളാണ്. നമ്മളൊരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതായത് ഞങ്ങളുടെ വീട്ടിൽ വന്നേക്കുന്ന പ്രശ്നങ്ങളും കടങ്ങളും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ദൂരത്തിനും കാര്യങ്ങൾക്കൊന്നുമല്ല. പക്ഷേ ഞങ്ങളുടെ പപ്പയും മമ്മിയും പിള്ളേർ പഠിക്കണം എന്നുള്ളൊരാഗ്രഹമുള്ള 2 പേരായിരുന്നു. അപ്പോൾ പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് വന്നേക്കുന്ന കടങ്ങളും കാര്യങ്ങളും ഇത് ഫുള്ള് ഞാൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് വിത്തിൻ 1 ഇയർ എൻ്റെ തലയിലായി. യെസ്, എൻ്റെ ഈ തലയിൽ. അങ്ങനെയല്ല കേട്ടോ. എൻ്റെ അനിയത്തി, ഞങ്ങൾ 5 വയസ്സിന് വ്യത്യാസമുണ്ട്. അവൾ അപ്പോൾ 12th ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവൾ പഠിപ്പ് തുടങ്ങിയിട്ടില്ല. അവളുടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഒരു ജീവിതത്തിലേക്ക് വീട്ടിലെ കാര്യങ്ങൾ, പാരൻസിനെ സെറ്റിലാക്കണം, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, എൻ്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തലയിൽ കയറിയിട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണ്ടേ. അന്ന് തുടങ്ങിയ ഓട്ടാണ് ഗൈസ്. ഒരു 2015-16 ആ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ സ്ട്രഗിളാണ് ലൈഫിൽ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, CV കൊടുക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കാം അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് നോക്കുന്നത്, ഫ്രഷറിനെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ എനിക്ക് തോന്നി, 1 രൂപ വരുമാനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ജോലി കിട്ടുന്നവരെ എന്തെങ്കിലും ഒരു തൽക്കാല പരിപാടി ചെയ്യണം എന്ന് തോന്നി. ഒരു ദിവസം ഞാൻ രാവിലെ ഞങ്ങളുടെ അവിടുന്ന്, ഞാൻ മുന്നൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അവിടുന്ന് വല്ലപ്പോഴൊക്കെ ബസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലത്തെ 10:30 ഒരു ബസ്സിന് കയറി ബാഗും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വടക്കാഞ്ചേരിക്ക് പോയി. അതായത് ഞങ്ങളുടെ ടൗണിലേക്ക് പോയി. വെറുതെ ഓട്ടുപാറ മുതൽ വടക്കാഞ്ചേരി വരെ നടന്നു. എന്തെങ്കിലും ഒരു ഐഡിയ വരുമോ, ഏതെങ്കിലും ഒരു കടയിലെങ്കിലും നിൽക്കാൻ ചോദിക്കണമല്ലോ എന്ന് കരുതിയിട്ട്. വടക്കാഞ്ചേരി എത്താറായപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് ഇങ്ങനെ വർക്ക്, കോട്ട് വ്യൂ എന്നൊക്കെ എഴുതിയിട്ട് വർക്ക് നടക്കുന്നു. പുതിയ ഹോട്ടലാണ് തുടങ്ങിയിട്ടുള്ള. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ എന്തൊരു ധൈര്യത്തിലാണ് ആ കയറി ചോദിച്ചതെന്നൊക്കെ കേട്ടോ. ഞാൻ എന്നിട്ട് അവിടെ കയറി ചോദിച്ചു, ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചു. എനിക്കൊരു പാർട്ട് ടൈം ജോബ് തരുമോ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ എന്താ പേര്, എവിടെ വീട്, എത്ര വയസ്സുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. പക്ഷേ അവരെന്താ പഠിച്ചതെന്ന് മാത്രം ചോദിച്ചില്ല കേട്ടോ. എനിക്ക് ഒന്നൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു തോന്നി. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് കിട്ടില്ലേ എന്ന് എനിക്കൊരു പേടി തോന്നി. ഞാനിങ്ങനെ ഡിഗ്രി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെ ആളാണ് ഉസ്മാനിക്ക എന്നാണ് ആളുടെ പേര്. അപ്പം ഉസ്മാനിക്ക പറഞ്ഞു,
ആ കുഴപ്പമില്ല. ഞാൻ സാലറി ഒന്നും ചോദിച്ചില്ല, കാരണം എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പാണല്ലോ, ഒന്നും ഇല്ലാതിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ ഉസ്മാൻക്ക പറഞ്ഞു ഓക്കെ നാളെ മുതൽ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അമ്മേനോടും പപ്പേനോടും, ഞാൻ നാളെ മുതൽ വടക്കാഞ്ചേരി പുതിയതായിട്ടൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ എന്നല്ല, ഒരു വലിയൊരു അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ അവിടെ ബില്ലിങ്ങിൽ എനിക്ക് ജോലി കിട്ടി, ഞാൻ നാളെ മുതൽ പോവാട്ടോ എന്ന് പറഞ്ഞു. പപ്പയും മമ്മിയെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തതിലും ഭേദമല്ലേ, കാരണം അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത് പോവുകയാണ് നമ്മൾ. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞാൻ ഒരു ഹോട്ടലിലെ ബില്ലിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോരുന്ന സമയത്ത് ബാക്കിൽ നിന്നിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്യാണ്, എഞ്ചിനീയറിങ് കഴിഞ്ഞവർക്കൊക്കെ ഇപ്പോൾ മേശ തുടക്കലാണ് ഇത്രയും പണി റെസ്റ്റോറൻറ്റിൽ എന്ന് പറഞ്ഞു. അപ്പം സങ്കടം വരുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. എനിക്കിപ്പോഴും എൻ്റെ ബാക്കിലുള്ള ഫ്രെയിമും അതിൽ എത്ര പേരുണ്ടെന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിങ്ങ് പോകുന്നു. അപ്പോൾ ഫുള്ള് കളിയാക്കല, എന്തിനാ പോയത്, ഇപ്പോൾ കണ്ടില്ലേ ഒരു ജോലിയില്ലല്ലോ. നാട്ടുകാർ മുഴുവൻ ഒരു ജാതി പോണവരും വരണവരൊക്കെ ജോലി ആയില്ലേ. ഈ ബിടെക് ട്രോൾസ് കണ്ടിട്ടില്ലേ. അപ്പോൾ എന്നെ ആ സമയത്ത് എന്താണ് പഠിച്ചത്, നഴ്സിങ്ങിനൊക്കെ പോകുമായിരുന്നില്ലേ, ജോലി കിട്ടുമായിരുന്നല്ലോ, ഇനി സമയമുണ്ട്, ഇനി ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക, ജോലി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല, പോണോടത്തോളം പോട്ടെ എന്ന് കരുതി അങ്ങനെ പോയി. ഞാൻ കടയിൽ പോകണ്ടായിരുന്നു. അപ്പം നമ്മൾ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ നിൽക്കണ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, 12th ഉം 10th ഒക്കെ ഒപ്പം പഠിച്ചത്. അപ്പോൾ ഇവന്മാരൊക്കെ അതിൽ കൂടെ പോകുമ്പോൾ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ കയറുമ്പോൾ ഞാൻ ബില്ലിങ്ങിലിരിക്കുന്നത്. അപ്പോൾ നീ എന്താ ഇവിടെ, ഞാനിങ്ങനെ എങ്ങനെയാണ് വെറുതെ കയറിയതാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവന്മാരൊക്കെ വർത്താനം പറഞ്ഞിട്ട് പോകും. അങ്ങനെ പിന്നെ നമ്മൾ ഭയങ്കര രസമായിട്ടോ, ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു അത്. നോർത്ത് ഇന്ത്യൻസ് അവർ 2-3 പേര്, സിറാജ് എന്നൊക്കെ ആട്ടോ പേര്, അവർ ഉസ്മാൻക്ക. അപ്പം നമ്മളെന്താ അവിടുത്തെ ഫുൾ ഒരു ഓൾ ഇൻ ഓൾ, നമ്മൾ ഭയങ്കര കെയറിങ് ആണ്. കാരണം നമ്മൾ മാത്രമേ ഇവിടെ ഒരു പെൺകുട്ടിയുള്ളൂ. ഇവർ ഉസ്മാൻക്ക ഉണ്ട്, പിന്നെ അവിടെ വേറെ 2-3 ഓണേഴ്സ് ഉണ്ട്, പിന്നെ ഇവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര കാര്യമാണ് അവർക്ക്. അങ്ങനെ പോയി. അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന അരുൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ അവിടെ നിന്ന് സംസാരിക്കണം. അപ്പോൾ അത് അവനെ ഈ ഉസ്മാൻക്കൊക്കെ അറിയാം. അപ്പോൾ ഇവളെ എങ്ങനെ അറിയാമെന്ന് വെച്ചപ്പോൾ ഞങ്ങളൊപ്പം പഠിച്ചതാ, ഇവളെ എഞ്ചിനീയറാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഉസ്മാൻക്ക നീ ഡിഗ്രിയാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ നീ എഞ്ചിനീയർ ആണോ എന്ന് ചോദിച്ചു. ഞാൻ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ്. പിന്നെ എന്താ ഈ ജോലിക്ക് പോകാത്തത്, കിട്ടണ്ടേ, അതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കയറിയതാണ്, ഞാൻ ജോലി നോക്കുന്നുണ്ട്, അത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. കൊള്ളാലോ. ഞങ്ങളുടെ വടക്കാഞ്ചേരി ആ കോട്ട്വ്യൂവിൻ്റെ തൊട്ടടുത്താണ് വടക്കാഞ്ചേരി HDFC ബാങ്ക് എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ആ ബ്രാഞ്ച് ഉണ്ടോയെന്ന്, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ ടീ ബ്രേക്കിന് നമ്മുടെ ഈ കോട്ട്വ്യൂവിലാണ് വന്നിട്ട് ചായ കുടിക്കാം. അങ്ങനെ ഒരു ദിവസം വന്ന സമയത്ത് ഉസ്മാൻക്ക പറഞ്ഞു, ഇവൾ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ്, ഇവൾക്ക് പറ്റിയ എന്തെങ്കിലും ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവർ പറഞ്ഞു HDFC വിയ്യൂർ ബ്രാഞ്ചിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിൻ്റെ ഒരു വേക്കൻസി ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻക്ക എന്നോട് പറഞ്ഞു, നാളെ വരുമ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് പോരെ, എന്നിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാം, കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര മൈൻഡൊക്കെ നെഗറ്റീവായി തുടങ്ങി കേട്ടോ. എന്തെങ്കിലും ജോലി എന്നുള്ള രീതിയിൽ ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. എന്തോ ആ ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെ ഞാൻ കോട്ട്വ്യൂവിൽ നിന്ന് രാജിവെച്ച് HDFCയിലേക്ക് കയറി. സോ നമ്മുടെ കരിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് ജോലി എടുത്തു വിയ്യൂരിൽ. ഫസ്റ്റ് സാലറി 10,000 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ MES പെരിന്തൽമണ്ണയിൽ ഒരു വേക്കൻസി വന്നു. പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് എല്ലാവർക്കും അറിയുണ്ടാവും. വേക്കൻസി വന്നു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ അറ്റൻഡ് ചെയ്തിട്ട് കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടൈമിങ് ഞാൻ HDFCയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ വീട്ടിലേക്ക് വണ്ടിയിൽ വന്നു കഴിഞ്ഞ് വണ്ടി കാർ പോർച്ചിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരുന്ന സ്കൂട്ടിയുടെ ഫൂട്ട് റെസ്റ്റിൽ എൻ്റെ കാലിടിച്ചിട്ട് എൻ്റെ കാലിലെ 3 വിരൽ ഒടിഞ്ഞു, ഈ കാലിൽ. എന്നിട്ട് നമ്മളത് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു 3 വിരലായിട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല, കാല് മൊത്തം പ്ലാസ്റ്റർ. അങ്ങനെ പ്ലാസ്റ്ററായി കിടപ്പായി, കാല് പോയി ഗൈസ്. അതോടുകൂടി എന്തായി, HDFCയിൽ ജോലിയും പോയി. അപ്പോൾ എന്തായി, നിലവിൽ എനിക്ക് ജോലിയില്ല, കാലൊടിഞ്ഞ് ഞാൻ വീട്ടിൽ കിടക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ റേഞ്ചൊന്നുമില്ല കേട്ടോ. ഒരു ദിവസം ഈ പ്ലാസ്റ്ററൊക്കെ വെട്ടാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് കയറുന്നതിന് തൊട്ട് മുമ്പുണ്ട് എനിക്ക് MES HR കോൾ വരുന്നു. എത്ര ദിവസമായി നിങ്ങളെ വിളിക്കണം, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയിട്ടുണ്ട്, എന്നാണ് ജോയിൻ ചെയ്യുന്നത്, ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, കാരണം അത്രയും നാളായിട്ട് വിളിച്ചിട്ടില്ലല്ലോ, താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആളെ നോക്കാനാന്ന് പറഞ്ഞു. ജോലി കിട്ടിയോ? ആകെ ഭയങ്കര സന്തോഷം, കാരണം HDFCയിൽ ജോലി പോയല്ലോ. അങ്ങനെ ഒന്നും ആലോചിച്ചില്ല. അതൊരു ബുധനാഴ്ചയായിരുന്നു. പിറ്റത്തെ തിങ്കളാഴ്ച ആ പെട്ടി പാക്ക് ചെയ്ത് ഞാനും അമ്മയും അനിയത്തിയും കൂടെ നേരെ പെരിന്തൽമണ്ണയ്ക്ക് വിട്ടു. ഹോസ്റ്റലിൽ സെറ്റായി, ജോലിയും കിട്ടി. 4,000 രൂപയായിരുന്നു കേട്ടോ സാലറി. അത് ജോബല്ല, നമ്മളൊരു ട്രെയിനി ആയിട്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം ട്രെയിനീസ് ഉണ്ട്, കുറച്ച് പേര് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഈ എഞ്ചിനീയേഴ്സ് റിസൈൻ ചെയ്യുന്ന മുറയ്ക്ക് ബാക്കിലുള്ള ട്രെയിനീസിലെ സീനിയോറിറ്റി അനുസരിച്ച് നമുക്കിവിടെ ജോലിക്ക് കയറാം. അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ നമുക്ക് ഒത്തിരി എക്യുപ്മെൻറ്റ്സ് പഠിക്കാം, നമുക്കൊരു ബുദ്ധിയും ബോധവും ഇവരൊക്കെ വരും, നമ്മളെപ്പോഴും ഫ്രഷറാണല്ലോ. അങ്ങനെ ഞാൻ MESൽ ജോലിക്ക് കയറി ട്രെയിനി ആയിട്ട്. 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ കഴിഞ്ഞപ്പോൾ അവിടെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരാൾ റിസൈൻ ചെയ്ത് എബ്രോഡേക്ക് പോയി. ആ വേക്കൻസിയിൽ ഞാൻ കയറി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ജോബാണ് കേട്ടോ അത്.
അന്നത്തെ കാലത്ത് നാട്ടിൽ കിട്ടാവുന്ന അത്യാവശ്യം നല്ലൊരു സാലറി ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വീട്ടിലേക്ക് ചെറുതായിട്ട് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു, അത് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് കുറച്ച് കാര്യങ്ങളും എൻ്റെയും അനിയത്തിയുടെയും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്ത് തുടങ്ങി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് കേട്ടോ കരിയർ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് വേറൊരു ഹോസ്പിറ്റൽ സാലറി ഹൈക്കിൽ നമ്മളവിടെ വർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് വേറൊരു ഹോസ്പിറ്റൽ, പിന്നെ നമ്മൾ എറണാകുളത്തേക്ക് മൂവ് ചെയ്തു. അങ്ങനെ അപ്പോഴേക്കും കുറച്ച് കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു കേട്ടോ. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വന്നു, പേഴ്സണൽ ലൈഫിൽ ഓരോ അനുഭവങ്ങൾ വന്നു, കരിയർ വൈസ് കുറച്ചും കൂടി ഓക്കെ ആയി തുടങ്ങി. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വന്നത് ഗൈസ്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിലൊരു പ്രത്യേക ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. കുറേ പേർക്ക് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേ പേരുടെ ജോബ് പോയിട്ടുണ്ട്, കുറേ പേർക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ലൈഫ് തന്നെ പോയവരുണ്ട് കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടു പോയിട്ടുള്ള ഒരു സമയമാണ് കോവിഡ് എന്ന് പറയുന്നത്. എനിക്കും അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു ഈ കോവിഡ്. കോവിഡിൻ്റെ ടൈമിൽ ജോബ് മൂവ് ചെയ്തേ പറ്റൂ. ഈ സാലറിക്ക്, അതായത് ഒരു 25-30 സാലറിക്കൊന്നും നാട്ടിൽ വർക്ക് ചെയ്താൽ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊന്നും തീരില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കരിയർ വൈസ് ആണെങ്കിലും ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അത്രയും കടങ്ങളാണ് വീട്ടിൽ, മറ്റേ കൂമ്പാരാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ സെഹയിൽ സീനിയർ എഞ്ചിനീയറാണ് ഹമീദ് സാറിന് നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ബയോമെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിൻ്റെ അടുത്താണ് നമ്മൾ ചോദിക്കണതും കാര്യങ്ങളൊക്കെ. സാറിൻ്റെ അടുത്ത് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു വെച്ചു, സാർ എന്തെങ്കിലും വേക്കൻസി അവിടെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യുമോ, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാം, സാർ ഒന്ന് നോക്കുമോ എന്ന് പറഞ്ഞപ്പോൾ സാർ നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. പക്ഷേ ഞാൻ സാറായിട്ട് കോൺടാക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കരിയർ വൈസ് സാർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തരും കേട്ടോ. നമ്മുടെ തന്നെ ഒരു സീനിയർ കപ്പിൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരിവിടെ സെറ്റിൽഡാണ്, ആഷ്ലി ചേട്ടനും ചേച്ചിയും. ഞാൻ ചേട്ടൻ്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും പറഞ്ഞു, ഞാനിങ്ങനെ UAE മൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ചേട്ടൻ ആന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പിന്നെ നീ നല്ലൊരു CV പ്രിപ്പയർ ചെയ്യുക, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ നന്നായിട്ടൊന്ന് ഗൈഡ് ചെയ്തു കേട്ടോ. എപ്പോഴെങ്കിലും ശരിയാവും എന്നുള്ളൊരു തോട്ട് മാറിയിട്ട് എനിക്ക് എന്തായാലും UAE വരണം, എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യണം, എനിക്ക് നല്ലൊരു പാക്കേജുള്ള ജോലിയിലേക്ക് വരണം എന്നൊക്കെയുള്ള ചിന്ത വന്നു. അങ്ങനെ സാലറിയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കോവിഡിൻ്റെ ടൈമിൽ. കുറേ പേർക്ക് ഹാഫ് സാലറി ആയി, അങ്ങനെയൊക്കെ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ഞാൻ ഒന്നും വിചാരിക്കാതെ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട്, ഞാൻ ഒന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല, രാവിലെ എണീറ്റിട്ട് നേരെ പോയി റെസിഗ്നേഷൻ ലെറ്റർ പ്രിപ്പയർ ചെയ്ത് റിസൈൻ ഇട്ടു. ഈവൻ എൻ്റെ വീട്ടിൽ പോലും അപ്പം അറിയില്ല ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണെന്ന്. ഞാൻ പോയി റിസൈൻ ഇട്ടിട്ട് വന്നു. കാരണം എനിക്ക് നെക്സ്റ്റ് എന്താണെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ജോബ് കിട്ടാതെ ഉള്ള ജോബ് ക്വിറ്റ് ചെയ്യരുതെന്ന്. പക്ഷേ ഞാൻ തന്നെ ഒരു ജോബ് കിട്ടാതെ എൻ്റെ ജോലി ക്വിറ്റ് ചെയ്തു. കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ എപ്പോൾ എന്ത് ഏതൊന്നൊന്നും അറിയില്ല. അങ്ങനെ ജോബ് ക്വിറ്റ് ചെയ്തു. 2021 ജാനിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. കോവിഡ് പീക്ക് ടൈമിൽ നിൽക്കുന്നു. നേരെ ഞാൻ എൻ്റെ കസിൻ ബ്രദർ ഉണ്ട് സോൻചേട്ടൻ്റെ അടുത്തേക്കാണ് ഞാൻ UAE വന്നത്. സോൻചേട്ടനാണ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂസ് വരുമ്പോൾ എങ്ങനെ പോകണം, എന്ത് ചെയ്യണം. ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നൊരു ടൈമാണ്, അങ്ങേ അറ്റം നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയം. എൻ്റെ പേഴ്സണൽ ലൈഫിലും കുറേ ഇഷ്യൂസ് ഉള്ള സമയം. സോൻചേട്ടൻ എല്ലാ ദിവസവും വൈകുന്നേരം വരും, എന്നെയും കൂടി ചായ കുടിക്കാൻ പോകും, എന്നെ മോട്ടിവേറ്റ് ചെയ്യും, എടി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു തരും. കുറച്ചൊക്കെ ധൈര്യം വന്നു തുടങ്ങി. ഒരു ദിവസം ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഡോർ തുറക്കുന്ന സമയത്ത് എൻ്റെ സാർ എന്നെ വിളിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോബ് ക്വിറ്റ് ചെയ്തു. അപ്പോൾ ആ വേക്കൻസി എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യണം, 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അബുദാബിക്ക് വരേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. ഞാനന്ന് ഇവിടെയാണ്, ദുബൈയിലാണ്. ഓൾമോസ്റ്റ് ഓക്കെ ആണ്, ഇൻ്റർവ്യൂ ഒന്ന് നന്നായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളന്ന് സോൻചേട്ടനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ സോൻചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. കാരണം ദുബായ് ടു അബുദാബി ഒരു 2 hours ജേർണി ഉണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ് വരണമെങ്കിൽ. പിന്നെ അന്ന് കോവിഡാണ്, ബോർഡറൊക്കെ അത്രയും കീനായിട്ട് അവർ ചെക്ക് ചെയ്തിട്ടേ വിടത്തുള്ളൂ. ഒന്ന് കോവിഡ് ടെസ്റ്റൊക്കെ ഉണ്ട്, നമ്മളതൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ ബോർഡർ എത്തി, പക്ഷെ അവർ കടത്തി വിടില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു 1 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ ഡ്യൂട്ടി മാറുന്ന വരെ നമ്മളവിടെ ഒരു സ്ഥലത്ത് മാറി നിന്നു. എന്നിട്ട് നമ്മൾ 5 മണിയായപ്പോൾ അടുത്ത ആൾ വന്ന് ജോബ് കയറുമ്പോൾ, അതായത് ഈ സെക്യൂരിറ്റി ഇല്ലേ, ആൾ മാറിയിട്ട് അവിടെ നിന്നു. നമ്മൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പാസ്പോർട്ടും കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കൊടുത്തു. എന്തോ ഒരു ഭാഗ്യത്തിന് അവർ നമ്മളെ കടത്തി വിട്ടു കേട്ടോ. അങ്ങനെ വന്നു. അപ്പോൾ നേരെ ഞാൻ വന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ജെന്നിച്ചിൻ്റെ ആഷ്ലി ചേട്ടൻ്റെ അടുത്താണ്. അപ്പോൾ ഇവർ പറഞ്ഞത് ഒരു ഹോസ്റ്റൽ ആവുന്നവരെ, ജോബ് ഒന്ന് ഓക്കെ ആവുന്നവരെ ഇവിടെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു. ഐ ആം ഷുവർ ഒരാൾ പോലും അങ്ങനെ പറയില്ല, നമ്മുടെ വീട്ടിൽ നിന്നോ, നിനക്ക് ജോബ് ഓക്കെ ആകുന്നവരെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് ജോബിന് പൊക്കോ, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തോന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ടാണ് വർക്കിന് പോകുന്നതൊക്കെ. ശരിക്കും നമ്മുടെ ഒരു വീട് പോലെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാണ് മിങ്കിൾ ചെയ്യുന്നതും. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും. ഹമീദ് സാർ തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്, ജോബിന് കയറുന്നതും. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്
നമ്മൾ നാട്ടിൽ ഈ 20-30 വർക്ക് ചെയ്തിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത് ലോൺ എടുത്ത് അത്രയും ലക്ഷങ്ങൾ മുടക്കി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എവിടെയും എത്തിയില്ലല്ലോ ലൈഫിൽ. ഞാൻ എന്തൊക്കെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ MSc വർക്ക് ചെയ്തപ്പോൾ പാർട്ട് ടൈം ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക്, തൊട്ടപ്പുറത്തെ വീട്ടിലെ. കാരണം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കടങ്ങൾ അടയ്ക്കണ്ടേ, റീപേ ചെയ്യണ്ടേ. അങ്ങനെ ഇവിടെ ജോലി കിട്ടി. എൻ്റെ ഒരു ഡ്രീം പോലെ ഞാനൊരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ട് UAE ഒരു റെപ്യൂട്ടഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ വർക്കിന് കയറി. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് 1 ഇയർ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു കമ്പനിയിലേക്ക് നമ്മുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ കയറി. കടങ്ങളൊക്കെ ഒരുവിധം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റി. വീട് പണി നടക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ജുവിൻ്റെ ഇൻ്റർവ്യൂ കാണുമായിരുന്നു, അഞ്ജുവിൻ്റെയും ആദിത്യൻ്റെയും. ലൈഫിൽ നല്ല വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആണുങ്ങളുണ്ട്, നമ്മളെ ഒരു മനുഷ്യനായിട്ടെങ്കിലും കരുതുന്ന ആണുങ്ങൾ ഈ ലോകത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അഞ്ജു അങ്ങനെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെയും എൻ്റെ ഡ്രീംസിനെയും എൻ്റെ കരിയറിനെയും ഞാനെന്ന വ്യക്തിയെയും ഒക്കെ ഞാൻ കൊടുക്കുന്ന അതേ പ്രയോറിറ്റിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വന്നു. ഈ വന്നു പോന്നിട്ടുള്ള ഒരു ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, ഞാനന്ന് കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ ബാക്കിൽ നിന്ന് കളിയൊക്കെ ചിരിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ആമ്പിള്ളേർ. അവർ പറഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഇപ്പോൾ മേശ തുടയ്ക്കുന്നതാണ് അത്രേ പണിയെന്ന് പറഞ്ഞാൽ അവരോടൊക്കെയാണ് എനിക്ക് നന്ദി. കാരണം എവിടെയും ഇല്ല, ഇപ്പം എൻ്റെ ഒരു ഏജിലുള്ള പിള്ളേർ, എൻ്റെ ആ ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയറിങ്ങിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വെൽ സെറ്റിൽഡ് ഫാമിലീസിൽ നിന്ന് വന്നവരായിരുന്നു. പാരൻസ് എല്ലാം ഗവൺമെൻറ് എംപ്ലോയീസ്, പാരൻസ് എല്ലാം നല്ല സെറ്റിൽഡായിട്ട് മക്കൾ പഠിക്കാൻ വന്നത്. ഞാൻ മാത്രമാണ് അതിൽ ഒന്നുമല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾ. പക്ഷേ എന്നെ ദൈവം, എൻ്റെ വിധി, എൻ്റെ പാരൻസിൻ്റെ പ്രാർത്ഥന, എൻ്റെ ഒരു സ്ട്രഗിള്, നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ നല്ല മനസ്സൊക്കെ കൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഒരുപാട് സ്ഥലത്ത് തട്ടിയും മുട്ടിയിട്ടാണെങ്കിലും വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതെ ലൈഫിൽ ക്വിറ്റ് ചെയ്യാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടും ക്വിറ്റ് ചെയ്യാതെ ഇവിടം വരെയൊക്കെ എത്തി. അതിന് ഒരുപാട് പേരോട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ കരിയർ ലൈഫ് ജേണി, കൊടുമ്പ് മുതൽ അബുദാബി വരെ. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതി ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ലൈഫിൽ തളരരുത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ എവിടെയോ ഒരു സൺറൈസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും തീരുന്നു എന്നല്ല, പക്ഷേ ഒരു ഇന്ധനം അവിടെ ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനുള്ള ഒരു എനർജി ഡ്രിങ്ക് അവിടെ കാത്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് നമുക്ക് എല്ലാം ഫേസ് ചെയ്യാനൊരു ധൈര്യം വരും. ഇത്രയൊക്കെയാണ്. വീഡിയോ മുഴുവൻ കണ്ടവരോട് ഒരുപാട് നന്ദിയുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.